വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അത്ഭുതകരമായ ഈ തിരുശേഷിപ്പ് ഹോളി ഫാമിലി കപ്പേളയിൽ കയറ്റി തിരിച്ചിറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 10-25 പരുന്തുകൾ ഈ തിരുസ്വരൂപത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടായി. ഈ പരുന്ത് ഈ കാഞ്ഞൂര്, അർത്തുങ്കൽ, ഈ ദൈവാലയങ്ങളിലൊക്കെ പ്രതിഷ്ഠാരൂപം പ്രദക്ഷിണത്തിനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പരുന്ത് ഇങ്ങനെ അതിൻ്റെ കൂടെ സഞ്ചരിക്കും. എന്തുകൊണ്ടാണ് ഈ പരുന്ത് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും. ഐതിഹ്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ വിശ്വസനീയമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ വിശുദ്ധൻ അമ്പേറ്റ് മരണപ്പെട്ടതല്ല, വലിയ ഘനമുള്ള ഇരുമ്പ് വടി കൊണ്ട്, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഗദ കൊണ്ട് അടിച്ചു കൊന്നു എന്നാവൻ. ഈ ഗദ കൊണ്ട് അടിച്ചു കൊന്നിട്ട് ഇവനെ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാവൻ. ആ സമയത്ത് അവിടെയുള്ള ലുസീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടാവുകയാണ്. ഈ ഒരു ശരീരം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നാവും. അങ്ങനെ ഈ ശരീരത്തിന് ഔപചാരികമായിട്ടുള്ള ഒരു ശവസംസ്കാരം ലഭിക്കാൻ ഇടയായത് ഈ ലുസീനായിക്ക് ലഭിച്ചിട്ടുള്ള ദർശനം. ആ ദർശനത്തിന്റെ സമയത്ത് ചേർത്ത് വെച്ചിട്ടുള്ള വേറൊരു കാര്യമാണ്, ഈ ശവശരീരത്തെ കഴുകന്മാർ ആക്രമിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ കഴുകന്മാരിൽ നിന്ന് സംരക്ഷണമായി ഈ പരുന്ത് വന്ന് ഈ ശവശരീരത്തെ സംരക്ഷിച്ചു എന്ന് ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ഐതിഹ്യം അത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് കാലമല്ലാത്ത കാലത്ത്, പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ എൻ്റെ സുഹൃത്ത് വൈദികനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്, കാഞ്ഞൂര് തിരുനാൾ എന്നാണെന്ന് കാലങ്ങളായിട്ട് പരുന്തിനറിയാം, അർത്തുങ്കൽ തിരുനാൾ എന്നാണെന്ന് കാലങ്ങളായിട്ട് പരുന്തിനറിയാം. അതുകൊണ്ട് അതൊരു ശീലമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരുന്തിൻ്റെ വരവിനെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നവർക്ക് ശക്തമായിട്ടുള്ളൊരു ബോധ്യമായിരുന്നു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളുടെ തിരുക്കുടുംബ ദൈവാലയത്തിന്റെ മുകളിൽ ഇങ്ങനെ പറന്നു നിന്നപ്പോൾ. ആ പരുന്തിനറിയത്തില്ല, കാലമല്ലാത്ത കാലത്ത്, സെബസ്റ്റ്യാനോസിന്റെ കാലമേ അല്ല ഈ മാർച്ച് മാസം, യോസേപ്പിതാവിന്റെ കാലം. എന്നിട്ടും ഈ സെബസ്റ്റ്യാനോസ് പുണ്യവാളനാണ് വന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അതൊരു ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, അത് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കേണ്ട ഒരു സത്യം കൂടെയാണ്. കാരണം പ്രകൃതി തരുന്ന ചില അടയാളങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ജീവിതത്തിൽ പാലിക്കാനുള്ളത്. ഈ വിശുദ്ധൻ നമ്മുടെയൊക്കെ ഈ വീടുകളിലൂടെ എല്ലാ വർഷവും അമ്പായും തിരുശേഷിപ്പായും രൂപമായും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ചില പ്രകൃതി നിമിത്തങ്ങളിലൂടെ ഇങ്ങനെ ചില അടയാളങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ഇത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും.